ഇപ്പൊ ഐഫോണിൽ തന്നെ നോൺ ആക്റ്റീവ് ഫോൺസ് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ആക്ച്വലി എന്തായി നോൺ ആക്റ്റീവ് ഫോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ശരിക്കും നോൺ ആക്റ്റീവ് ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ യൂസ്ഡ് ഫോൺസ് നടക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ നോൺ ആക്റ്റീവ് ഫോൺ. ശരിക്കും അതൊരു റീഫർബിഷ്ഡ് ഫോണുകളാണ്. റീഫർബിഷ്ഡ് ആണ്. ശരിക്കും റീഫർബിഷ്ഡ് ആണ്. ഞാൻ നോക്കിയാൽ എല്ലാത്തിന്റെ ബാറ്ററി 95 എബോവ് ആണ്. ഇത് ചിലപ്പോൾ ബാറ്ററി മാറ്റിയിട്ടുണ്ടാവും, പിന്നെ ചിലപ്പോൾ ചിലത് ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടാവും, ചില കംപ്ലൈന്റ് നന്നാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഗൈസ് ഈ വീഡിയോ നിങ്ങൾ കുറച്ചേലും പേര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഗൈസ് ഒറിജിനലി നോൺ ആക്റ്റീവ് എന്താന്നുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്, അത് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഗൈസ് ഒറിജിനലി നോൺ ആക്റ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ആപ്പിൾ മാനുഫാക്ചർ ചെയ്യുന്ന ടോട്ടൽ ഫോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 230 മില്യണിലധികം ഫോണുകളാണ് ഒരു വർഷം ഒരു മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൽ തന്നെ ടോട്ടൽ റീപ്ലേസ്മെന്റ് കൊടുക്കാൻ വെച്ചതും പിന്നെ ഇയർ ഔട്ട് ആയി പോയതും സെയിൽ ആവാതെ ഇയർ ഔട്ട് ആയി പോയതും കുറെ ഫോണുകൾ ഏകദേശം 85 മില്യൺ അധികം ഫോണുകൾ ഓരോരുത്ത് എന്തുണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും. അത് ഓൾറെഡി 2 വർഷം പഴക്കമുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കില്ല, അതിന് വാറന്റി നമുക്ക് കിട്ടില്ല. 2 വർഷം പഴക്കമുള്ള ഫോണുകൾക്ക് ഒരിക്കലും നമുക്ക് വാറന്റി കിട്ടില്ല. പ്രത്യേകിച്ച് ബോക്സോ കാര്യങ്ങളോ കേബിളോ ഒന്നും ഉണ്ടാവില്ല, ഫോൺ ഓൺലി മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ പോയിരുന്ന ക്വാണ്ടിറ്റി സ്റ്റോക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ സെയിലാക്കുന്നത് അത് ഒറിജിനൽ ഐഫോൺ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ബോക്സ് ഒക്കെ ഉള്ള ഒറിജിനൽ ഐഫോൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും, അതായത് കുറവായിരിക്കും. അങ്ങനത്തെ ഫോണുകളാണ് ഒറിജിനലി നോൺ ആക്റ്റീവ് എന്ന് പറയുന്നത്, നോൺ ആക്റ്റീവ് സീരീസിൽ വരുന്ന ഫോൺസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ആള് പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ചേഞ്ച് ആക്കി ഡിസ്പ്ലേ ചേഞ്ച് ആക്കി ഒക്കെ വേറെ കുറെ ഷോപ്പുകളിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ നോൺ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ നോൺ ആക്റ്റീവ് ആണെന്നുള്ളത് ആപ്പിളിന്റെ സൈറ്റിലും കാര്യങ്ങളും കയറിയിട്ട് ചെക്ക് ചെയ്യുക. അതിന്റെ ബാറ്ററി ചേഞ്ചർ ആണോ, ഡിസ്പ്ലേ ചേഞ്ചർ ആണോ, 100 ആക്കിയതാണോ, ബൂസ്റ്റർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രം പോയിട്ട് പർച്ചേസ് ചെയ്യാം.